എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഡിസംബർ മാസം മിഥുനം രാശിക്കാർക്ക് എപ്രകാരമെന്ന് പറയുന്നത്, മകരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ അല്ലെങ്കിൽ മിഥുനക്കൂറിലുള്ളത്. ഇവരുടെ 2024 ഡിസംബർ മാസത്തെ ഫലം പറയുന്നതിന് മുൻപായിട്ട് ഇവരുടെ പൊതുവിലുള്ള ഫലം നമുക്ക് പരിശോധിക്കാം. മിഥുനം രാശിക്കാര് 2023 പിറകിലേക്ക് ഒരു 5 വർഷക്കാലം അല്പം ബുദ്ധിമുട്ട് രാശിക്കാരാണ്. അതിൻ്റെ കാരണം കണ്ടകശനിയും തുടർന്ന് വന്ന അഷ്ടമശനിയും, കണ്ടകശനി 7ാം രാശി വന്നാൽ പിന്നെ അടുത്ത 2.5 വർഷം വീണ്ടും അഷ്ടമശനി വരും. അങ്ങനെ മൊത്തത്തിൽ 5 വർഷം ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു 5 വർഷത്തെ പ്രതിസന്ധി അതിജീവിച്ച രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. 2013 ജനുവരിയിലാണ് ആ ഒരു ദോഷം അവർക്ക് തീർന്ന് ശനി 9ാം രാശിയിലേക്ക് കടന്നത്. ഇവരുടെ 9ാം രാശി കുംഭൻ രാശിയാണ്. അങ്ങോട്ടേക്ക് ശനി മാറിയപ്പോൾ അവർക്ക് അടുത്ത ദോഷം 5 വർഷമായി തുറന്ന ദോഷം ഇവർക്ക് നീങ്ങി കിട്ടി. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആ രാശിയിൽ അങ്ങനെ മാറിയതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇവർക്ക് വ്യാഴം കൂടിയിട്ട് 11ാം രാശിയിലേക്ക് ലാഭസ്ഥാനത്തേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങളായിരുന്നു ഇവർക്ക് 2023 മുതൽക്ക് 24 ഈ ഒരു വർഷം ഏപ്രിൽ വരെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് മുൻപ് പറഞ്ഞ പോലെ കണ്ടകശനി, അഷ്ടമശനി ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജന്മരാശി ശനി വരുന്നതിന് ജന്മശനി എന്നും, കേന്ദ്രഭാവങ്ങളായ 4, 7, 10 രാശികളിൽ ശനി വരുന്നതിന് കണ്ടകശനി എന്നും പറയും. 4ാം രാശി ശനി വന്നാൽ മാതൃദുരിതവും, 7ാം രാശി വന്നാൽ ജീവിത പങ്കാളിക്ക് ദുരിതവും, 10ാം രാശിയിൽ അവനവന് തന്നെ ദുരിതമാണ് ഫലം. അങ്ങനെയാണ് 3 കണ്ടകശനികളുടെ കണക്കുകൾ വരുന്നത്. 4 മാതാവ്, വാഹനങ്ങൾ എന്നിവ ബന്ധുക്കളൊക്കെ സൂചിപ്പിക്കുന്ന 4ാം രാശിയിലേക്ക് ശനി വരുമ്പോൾ ബന്ധുക്കളിൽ നിന്ന് ക്ലേശം ഉണ്ടാവുക, മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാവുക ഒക്കെ ഫലങ്ങളാണ്. 7ാം രാശി വരുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള അസൗകര്യങ്ങൾ, വിവാഹഭാവം അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, പങ്കാളിക്ക് ബുദ്ധിമുട്ട്, പങ്കാളിക്ക് കാലദോഷം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരാം. 10ാം രാശിയിൽ അവനവന് തന്നെ കർമ്മത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇവർക്ക് ഈ രാശിക്ക് അതുപോലെ തന്നെ ശനി അഷ്ടമ ഭാവത്തിലേക്ക് പോകുമ്പോൾ അഷ്ടമശനി എന്ന് വേറൊരു രാശിക്ക് കൂടെ വരും. ലീഗൽ കുഴപ്പങ്ങളിൽ, വിജിലൻസ് അന്വേഷണങ്ങളിൽ പെടുക, കേസുകളിൽ പെടുക, കോടതി കേസുകൾ, വ്യവഹാരങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയ ഈ രണ്ടും കണ്ടകശനി, അതിൻ്റെ പിറകെ തന്നെ അഷ്ടമശനിയും കൂടെ ബുദ്ധിമുട്ടിച്ച ഒരു രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. അപ്പോൾ അവർക്ക് 2024 മെയ് മാസം മുതൽക്ക് വരെ ഒരു ബാക്കിലേക്ക് ഒരു വർഷം, അത് 23 ജനുവരിയിലാണ് ശനി മാറിയത്, ശനി ദോഷം തീർന്ന്. അതിൻ്റെ പിറകെ തന്നെ 23 ഏപ്രിലോടുകൂടി വ്യാഴം സർവാഭീഷണ സ്ഥാനത്തേക്ക് പകരുമ്പോൾ ഒരു ദോഷങ്ങളും ഇല്ലാത്ത അവസ്ഥ, കാലദോഷങ്ങളില്ല, ശനിയുടെ പിഴവില്ല, ശനി 9 നിൽക്കുന്നു, പിഴവുകളില്ല, വ്യാഴം 11ലേക്ക് വന്നു, വളരെ നല്ലത്, ലാഭസ്ഥാനം സർവാഭീഷണ സ്ഥാനം. അപ്പോൾ അങ്ങനെ 23 ഏപ്രിൽ ടു 24 ഏപ്രിൽ ഒരു വർഷം ഇവർക്ക് നല്ല സമയമായിരുന്നു. അഥവാ ആർക്കെങ്കിലും ആ സമയത്തിൻ്റെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജാതകം പരിശോധിപ്പിക്കുക. കാരണം ആ സമയം വളരെ നന്നായിട്ട് തന്നെ കാണുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷങ്ങളില്ലാത്തൊരവസ്ഥ. ഒരു അല്പം മനക്ലേശം, ഭാഗ്യത്തിന് ചെറിയൊരു കുറവുകൾ വന്നേക്കാം. 9ാം സ്ഥാനത്ത് ശനി നിൽക്കുന്നതുകൊണ്ട് 9ഉം 5ഉം ത്രികോണങ്ങളിൽ ശനി നിൽക്കുമ്പോൾ ഭാഗ്യത്തിനും അല്പം കുറവും, 5ാം രാശി മനസ്സിന് അല്പം സ്വസ്ഥക്കുറവും പ്രതീക്ഷിക്കാമെങ്കിലും ശനി ദോഷം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് അങ്ങനെ നല്ലതെന്ന് പറയുന്നത്. അഥവാ ആർക്കെങ്കിലും ഈ ഒരു വർഷം നന്നായിരുന്നില്ലെങ്കിൽ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ നിന്നിരുന്നത്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ അവസാനത്തോടു കൂടിയിട്ട് ചിലർക്ക് ഏപ്രിൽ ആദ്യം മുതൽ തന്നെ ബാധകമായി കാണാം. വ്യാഴത്തിൻ്റെ വീണ്ടും ഒരു മാറ്റം, ശനി 9ൽ തന്നെ തൊട്ടിരുന്നു, വ്യാഴത്തിൻ്റെ വീണ്ടും ഒരു മാറ്റം, വ്യാഴം 11ാം രാശി സർവാഭീഷ്ട സ്ഥാനം ലാഭസ്ഥാനത്ത് നിന്ന് 12ാം രാശിയിലേക്ക് പോകുന്നു. 12ാം രാശി എന്ന് വെച്ചാൽ ദ്വാദശോ രാവണോ ഹന്തി, അവനവൻ്റെ ബുദ്ധിയിൽ നിന്ന് കുറച്ച് കുഴപ്പങ്ങളുണ്ടായി വരിക, വീഴ്ചകൾ, പതനങ്ങൾ, കാലദോഷങ്ങൾ സമയമാണെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് ഈ ഒരു കാലദോഷമായിട്ട് അങ്ങനെ ആർക്കും തന്നെ കാണുന്നില്ല. പൊതുവിൽ അങ്ങനെ വരേണ്ടതാണ് കാലദോഷമായിട്ട്. പൊതുവിൽ അങ്ങനെ 12ാം രാശിയിലേക്ക് വ്യാഴം പോകുമ്പോൾ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരേണ്ടതാണ്. പക്ഷേ ശനിയുടെ ആനുകൂല്യം കൊണ്ടായിരിക്കണം ഇവർക്ക് തീർച്ചയായിട്ടും ആർക്കും അങ്ങനെ തന്നെ ഒരു പരിധിയിൽപ്പെട്ട ആർക്കും ഈ 12ാം രാശിയിലെ കാലദോഷം അങ്ങനെ ബാധിച്ചു കണ്ടിട്ടില്ല. വലിയ രീതിയിലുള്ള ചിലവുകൾ പലർക്കും വന്നു കാണാം. നമ്മൾ കയ്യിലിരിക്കാതെ ചിലവുകൾ പ്രതീക്ഷിക്കാതെ അപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ. വ്യയം ആണ്, ശയന പതനസ്ഥാനമാണ് 12. 8 മരണവും 12 മരണകാരണവുമാണ്. ഒരു വ്യക്തിയുടെ മരണം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ 8ാം രാശി നോക്കിയാൽ അറിയാം, അഷ്ടമം നോക്കിയാൽ അറിയാം,
12 നോക്കിയാൽ എങ്ങനെ മരിക്കുമെന്നും അറിയാം എന്ന് പറഞ്ഞതുപോലെ അത്രയും നിഗൂഢതയുള്ള ഭാവങ്ങളാണ് 12 2 ഒക്കെ. അപ്പോൾ അത്തരം ഭാവങ്ങളിലേക്ക് വ്യാഴം പറയുമ്പോൾ അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കാം, കാലദോഷങ്ങൾ, ആപത്തുകളൊക്കെ സംഭവിക്കാൻ സാധിച്ച ഈ രാശിക്കാർക്ക് ആർക്കും തന്നെ ഇത്രയും മാസങ്ങളുടെ അങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ പോലും ഇല്ല. പലർക്കും ചിലവുകൾ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ചില കാലദോഷമൊക്കെ പേരിനൊക്കെ എന്തൊക്കെയോ ഒരു കാലക്കേട് പോലെയൊക്കെ തോന്നിക്കാണും. ശരിക്കും 12 വ്യാഴത്തിൻ്റെ ഫലം അങ്ങനെയല്ല, വളരെ നല്ല രീതിയിലുള്ള മോശങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇവർക്ക് ഇവരുടെ 7ാം രാശിയുടെ അധിപൻ അതുപോലെ കർമാധിപനൊക്കെ വ്യാഴം തന്നെയാണ്. എങ്കിൽ പോലും അവർക്ക് ആദ്യം അരിഷ്ടതകൾ ആർക്കും ഈ രാശിക്കാർ കണ്ടില്ല. ഇന്ന് സർവേശ്വരൻ അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇത്രയും ദോഷം കഴിഞ്ഞ് വന്ന രാശിക്കാരായതുകൊണ്ടായിരിക്കണം 12ാം വ്യാഴത്തിൻ്റെ ഫലം ദ്വാദശോ രാവണോ ഹന്തി എന്നാണ് അതിൻ്റെ പ്രമാണം. അതായത് 12ാം രാശിയിലേക്ക് വ്യാഴം പകർന്നപ്പോൾ രാവണൻ എന്നൊരു വലിയ പരാക്രമിയായിട്ടുള്ള അസുരൻ വധിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ പ്രമാണം. അത്രയും അവനവൻ്റെ ബുദ്ധി അവനവനെ തന്നെ തിരിഞ്ഞു കൊത്തുന്നൊരു അവസ്ഥയാണ് 12ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഈ സമയത്ത് തീരുമാനം എടുക്കുമ്പോൾ 10 തവണ ആലോചിക്കുക തീരുമാനത്തെ പറ്റിയിട്ട്. കാരണം ആ തീരുമാനങ്ങൾ നമുക്ക് തന്നെ പാരയായി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും വളരെയധികം ചിലവുകൾ ഈ രാശിക്കാർക്ക് കാണുന്നു. ഈ വർഷത്തെ വ്യാഴമാറ്റത്തോടുകൂടി വളരെയധികം ചിലവുകൾ കാണുന്നു. ശനിയുടെ സ്ഥിതി അനുകൂലമായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഈ 2024 ഏപ്രിൽ മുതൽക്കുള്ള ഗ്രഹസ്ഥിതി. എന്നിരുന്നാൽ തന്നെ ജൂലൈയോടുകൂടി ഈ 9ാം രാശിയിൽ നിന്ന് ശനി വക്രത്തെ പ്രാപിക്കുന്നു. അപ്പോൾ വീണ്ടും അഷ്ടമശനിയുടെ സമാനമായ ചില ദുരിതങ്ങൾക്ക് തുടക്കം. അപ്പോൾ ജൂലൈ മുതൽക്ക് വീണ്ടും ചില അരിഷ്ടതകൾ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒക്ടോബർ മാസം 9 വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കുമ്പോൾ ആ അരിഷ്ടതകൾക്ക് ശമനം വരുന്നു. കാരണം വ്യാഴം 11ാം രാശിയുടെ ഫലങ്ങൾ അതിചാരേതു വക്രേതു പൂർവ്വരാശിഗതം ഫലം. അപ്പോൾ 12ാം രാശിയിൽ നിന്നുകൊണ്ട് വക്രം ചെയ്യുമ്പോൾ 11ൻ്റെ ഫലങ്ങൾ സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ ഫലങ്ങളെ പറയണം, ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങളെ പറയണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വീണ്ടും അടുത്ത മാസം ഒക്ടോബർ 9 വ്യാഴവക്രം ആരംഭിച്ച അനുകൂലം നവംബർ 15-ാം തീയതി ശനിയുടെ വക്രം അവസാനിച്ചു. അപ്പോൾ അത് വീണ്ടും അനുകൂലമായി ശനി വീണ്ടും 9ലേക്ക് തന്നെ തിരിച്ച് നേർഗതിയിൽ വന്നപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷങ്ങൾ ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഇല്ല. രണ്ടും അനുകൂലമായിട്ടായിരിക്കുന്നത് ഈ രാശിക്കാർക്ക്. അപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതി 11ൻ്റെ ഫലങ്ങളെ തന്ന് ഫെബ്രുവരി 4-ാം തീയതി വരെ ആ രാശിയിലുണ്ടാവും. അപ്പോൾ ഒരു ഭാഗ്യത്തിൻ്റെ സമയത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇവരുടെ മറ്റ് ഗ്രഹസ്ഥിതികളും മിഥുന രാശിക്കാരുടെ പ്രകാരമാണെന്ന് പരിശോധിക്കാം. മിഥുന രാശിക്കാർക്ക് സൂര്യൻ 6ാം രാശിയായിട്ടുള്ള വൃശ്ചികത്തിലും 7ാം രാശിയായിട്ടുള്ള ധനുവിലേക്കും പകരുമ്പോൾ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ മാസം. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ മാസം ഉണ്ടാകുന്നത്. ഡിസംബർ മാസത്തിൽ ബുധനും 6ാം രാശിയിൽ വക്രത്തിൽ നിൽക്കുന്നത് ഇവരുടെ ആശയപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുത്താം. വിനിമയത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരുത്താം. സംസാരമൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ യു ആർ ജഡ്ജ്ഡ് ബൈ ദ വേ യു സ്പീക്ക്. നിങ്ങൾ സംസാരിക്കുന്ന എങ്ങനെയോ അതുപ്രകാരമാണ് നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടിട്ട് ഈ മാസം സംസാരത്തിൻ്റെ കാരകത്വം അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ കാരകത്വവും ബുധൻ എന്ന് പറയുന്നത് വിദ്യയുടെയും ബുദ്ധിയുടെയും വിജ്ഞാനത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെ കാരകനായതുകൊണ്ട് ബുധൻ വക്രത്തിൽ 5ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് മനസ്ഥാനമായ 5ലേക്കാണ് വക്രത്തിൻ്റെ ഫലം വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചില ആശയവിനിമയത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം സംസാരിക്കാൻ ഈ രാശിക്കാർ ഈ മാസം ശ്രദ്ധിക്കുക. ശുക്രൻ അഷ്ടമരാശിയിലേക്ക് പോകുന്നത് ഇവരുടെ ബന്ധങ്ങളൊരു ഭാഗ്യം നിറഞ്ഞതാക്കി മാറ്റും. 7ാം രാശിയിൽ നിൽക്കുമ്പോൾ ബന്ധങ്ങളിൽ ചില കുഴപ്പങ്ങളും ആശയ ഭിന്നതകളൊക്കെ വരാമെങ്കിൽ പോലും 8ാം രാശിയിലേക്ക് പോകുമ്പോൾ ബന്ധങ്ങളൊന്ന് ഭാഗ്യം നിറഞ്ഞതാക്കും. ശുക്രന് അഷ്ടമരാശിയും 12 ദോഷം പറയേണ്ടതില്ല. ഇവരുടെ 2ാം രാശിയിൽ ചൊവ്വ വക്രത്തിൽ ഈ മാസം 5ാം തീയതിയോടെ വരുന്നത് കൊണ്ടിട്ട് ഇവരുടെ ഒരു ശ്രദ്ധ, ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള ഇവരുടെ ശ്രദ്ധ ഒന്ന് വർദ്ധിക്കും. 2ാം സ്ഥാനം മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയൊക്കെ 2ാം സ്ഥാനോട് ചിന്തിക്കുക. അവിടെ ചൊവ്വയുടെ വക്രം വരുന്നതുകൊണ്ട് ഇവരുടെ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഏകാഗ്രത ഒന്ന് വർദ്ധിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ 10ാം രാശിയിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ 4ാം രാശിയിൽ നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതിയൊന്നും ഈ മാസം ഇവർക്ക് അങ്ങനെയൊന്നും ആ സ്ഥിതിയൊന്നും അനുകൂല സ്ഥിതികളല്ല. ആ 2 സ്ഥിതികളും ഇവരെ ഈ മാസം ബുദ്ധിമുട്ടിക്കില്ല. മറ്റ് ഗ്രഹസ്ഥിതികൾ അനുകൂലമായതുകൊണ്ട് വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് വീണ്ടും ഭാഗ്യം നൽകും. 11ാം രാശിയിലേക്കാണ് വക്രത്തിൻ്റെ ഫലം വരുന്നത്. അത് വീണ്ടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ നൽകും. ശനി ഇവർക്ക് നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം രാശിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു യാതൊരു തരത്തിലുള്ള അഷ്ടമശനി കണ്ടശനി ദോഷങ്ങളൊന്നും ഇല്ലാണ്ട് ആ ശനി നിൽക്കുന്നത് അതും ഇവർക്ക് അനുകൂലം തന്നെയാണ്. അതുപോലെ വക്രഗതിയിൽ പയർന്നു നിൽക്കുന്ന വ്യാഴം കേതുവിനെ അതിൻ്റെ 5ാം വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നത് ഇവർക്ക് പലതരത്തിലുള്ള ധനവരവ് പല രീതിയിൽ വരുന്നതിന് കാരണമാകും.
പൊതുവിൽ പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് മറ്റൊരു ഭാഗ്യം നിറഞ്ഞ മാസം കൂടിയായിരിക്കും ഈ മാസം. ഇതിൽ ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ ഈ വീക്ഷണം കേതുവിന് വരുന്നതുകൊണ്ട് ഇവർക്ക് ധനവരവിനുള്ള സാധ്യതയും വ്യാഴം 11ാം ലാഭസ്ഥാനത്ത് സർവാഭീഷ്ട സ്ഥാനം നിൽക്കുന്നതുകൊണ്ടിട്ടും ഈ രാശിക്കാരുടെ ലോട്ടറി എടുത്തൊന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുകയാണ്. എന്തായാലും ഒന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഇവർക്ക് ഈ ലോട്ടറി എടുക്കേണ്ട ഭാഗ്യ നമ്പറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യ ദിവസം ഭാഗ്യ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഈ ചാനലിലുണ്ട്. അതിലൊരു സർപ്പത്തിൻ്റെ തമ്പനിയിലാണ് ആ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യ ദിവസം ഭാഗ്യ നമ്പർ എന്നുകൊണ്ട് അതിൻ്റെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ കണ്ടെത്തുക, ഭാഗ്യ ദിവസവും കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ലോട്ടറി എടുത്തൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇത്രയും ഗ്രഹസ്ഥിതി അനുകൂലമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ ലോട്ടറി എടുത്താൽ ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയുള്ളൂ. നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ഒരു പരീക്ഷണം, നമുക്ക് പോയാൽ ചെറിയൊരു തുക അല്ലേ ഉള്ളൂ. അപ്പോൾ സമയം നന്നാകുമ്പോൾ ഒന്ന് മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ്, എന്താ പറയുക, വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം നടത്തുക എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഗുണഫലങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും ആ സർപ്പത്തിൻ്റെയൊക്കെ സ്ഥിതി അല്പം പ്രതികൂലം തന്നെയാണ്. അതുപോലെ തന്നെ ബുധൻ്റെ സ്ഥിതിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഹനുമാൻ ചാലിസ ജപിക്കുന്നതോ ശ്രവിക്കുന്നതോ ഈ മാസത്തെ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പ്രതികൂലമായ ഫലങ്ങളെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. അവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ അവരെ തേടിയെത്തിട്ടെന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിലുള്ള ഭാഗ്യം തേടിയെത്തിട്ടെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ജഗദീശ്വരൻ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.